ആ അപ്പോ ബാങ്ക് ഇക്കാമത്തിന്റെ ഷർത്തുകൾ പറഞ്ഞു. സ്പീഡിൽ പറഞ്ഞാൽ മുസ്ലിം ആവുക, മുസ്ലിമിനെ ബാങ്ക് കൊടുക്കാൻ പാടുള്ളൂ എന്ന് മനസ്സിലായി. പിന്നെ വകതിരിവുള്ളവനാവുക, വളരെ ചെറിയ കുട്ടി, നന്മ തിന്മ എന്താണ് തിരിച്ചറിയാത്ത കുട്ടി, ചിലപ്പോൾ 3-4 വയസ്സുള്ള കുട്ടി വാഗ അങ്ങനെ കേട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പള്ളിയിലെ ജമാഅത്തിന് വേണ്ടി ആ 4 വയസ്സുള്ള കുട്ടിയല്ല വാങ്ങ് കൊടുക്കേണ്ടത്. കാരണം വകതിരിവുള്ള കുട്ടി എന്ന ആ കുട്ടിയെ കുറിച്ച് പറയാൻ പറ്റില്ല. അതുപോലെ നിസ്കാരത്തിന്റെ സമയമായ ശേഷമാണ് വാങ്ങ് കൊടുക്കേണ്ടത്. പദങ്ങളുടെ ഇടയിൽ തുടർച്ച ഉണ്ടാവണം. അല്ലാതെ അള്ളാഹു അവിടെ ഇവിടെയൊക്കെ നോക്കി 360 ഡിഗ്രി ഒക്കെ ഒരു കറക്കൊക്കെ ഇറങ്ങിയ ശേഷം അക്ബറും പിന്നെയും കുറെ കഴിഞ്ഞ് അള്ളാഹു എന്ന് പറഞ്ഞ് ഇങ്ങനെ തുടർച്ചയില്ലാതെ അപ്പോഴിപ്പോഴായിട്ട് കൊടുത്താൽ പോരാ, തുടർച്ച ഉണ്ടാവണം. തെർത്തീബാക്കുക എന്ന് പറഞ്ഞാൽ ക്രമപ്രകാരം വേണം. അള്ളാഹു അക്ബർ എന്നത് ആദ്യവും, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് രണ്ടാമതും, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് മൂന്നാമതും, ഹയ്യ അല സ്വലാത്തി എന്നത് നാലാമതും, ഹയ്യ അലൽ ഫലാഹ് എന്നത് അഞ്ചാമതും, അള്ളാഹു അക്ബർ എന്ന് ആറാമതും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഏഴാമതും. ഇങ്ങനെ ആ ക്രമത്തിൽ തന്നെ വേണം കേട്ടോ. ആ ചില ആളുകൾക്ക് ഈ തെർത്തീബും മുവാലാത്തും തമ്മിൽ മാറിപ്പോകും. മുവാലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? തുടരെ തുടരെ ചെയ്യുക, ഒന്ന് കഴിഞ്ഞ ഉടനെ തന്നെ മറ്റേ ചെയ്യുക. തെർത്തീബ് എന്ന് പറഞ്ഞാൽ ക്രമത്തിൽ ചെയ്യുക. ആദ്യം ചെയ്യേണ്ടത് ആദ്യം തന്നെ ചെയ്യുക, രണ്ടാമത് ചെയ്യേണ്ടത് രണ്ടാമത് ചെയ്യുക, ഓരോന്നും അതിൻ്റെതായ സ്ഥാനത്ത് ചെയ്യുക. ഇങ്ങനെ ഇതിൽ പറഞ്ഞ തുടർച്ച എന്നതാണ് മുവാലാത്ത് കേട്ടോ. നമ്മൾ നിസ്കാരത്തിന്റെ ഫർള് പറയുന്ന സമയത്തൊക്കെ പറയുന്നുണ്ടാവും. പിന്നെ ജമാഅത്തിന് വേണ്ടിയുള്ളതാണെങ്കിൽ ബാങ്ക് ഉറക്കെയാക്കുക, ജഹിറാക്കുക തുടങ്ങിയവയെല്ലാം ബാങ്ക് ഇഖാമത്തിന്റെ ഷർത്തുകളാണ്. ഇനി ശുദ്ധി ഉണ്ടാവുക, അൽഹംദുലില്ലാ, ഇത് ബാങ്കിന്റെ സുന്നത്തല്ല. ബാങ്കിന്റെ തുമ്മ എന്നുള്ളത് അവർക്ക് തുമ്മ മുട്ടിയ പിന്നെ തുമ്മുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ശുദ്ധി ഉണ്ടാവുക, നിൽക്കുക, ഏയ് ഇരുന്നു കൊണ്ട് വാങ്ക് വിളിക്കുക കറാഹത്ത, അല്ലെങ്കിൽ കിടന്നുകൊണ്ട് വാങ്ക് വിളിക്കുക. ഞാനൊരു കഥ പറഞ്ഞിരുന്നു. സുബഹിക്ക് നിസ്കരിക്കാൻ ആരും വരാത്ത പള്ളി, ആ പോട്ടെ. ആ അപ്പൊ കിടന്നുകൊണ്ട് വാങ്ക് വിളിക്കൽ എന്താണ്? കറാഹത്താണ്. ഇരുന്ന് വാങ്ക് വിളിക്കലോ അനാവശ്യമായി. ഒരാൾക്ക് നിൽക്കാൻ കഴിയാത്ത ആളാണെങ്കിൽ അയാൾ ഇരുന്ന് വാങ്ക് വിളിച്ചാൽ മതി. അല്ലെ, അയാള് 24 മണിക്കൂറും വീൽ ചെയറിലാണ്, നടക്കാൻ കഴിയില്ല, നിൽക്കാൻ കഴിയാത്ത ആളാണ്, എന്നാൽ അയാൾ വാങ്ക് വിളിക്കാൻ ഇരുന്ന് വാങ്ക് വിളിച്ചോട്ടെ, കുഴപ്പമില്ല. ഒരാൾക്ക് കിടക്കാനേ കഴിയുള്ളൂ, ഇരിക്കാനോ നിൽക്കാനോ കഴിയാത്ത ആളാ, അയാൾക്കേ വാങ്ക് അറിയുള്ളൂ ആ നാട്ടില്, എന്നാൽ അയാൾ കിടന്നു വാങ്ക് വിളിച്ചോട്ടെ, കുഴപ്പമില്ല. പറയട്ടെ, ശുദ്ധി ഉണ്ടാവുക, രണ്ട് അശുദ്ധികളിൽ നിന്ന് ശുദ്ധി ഉണ്ടാവുക. ഒന്ന്, നിൽക്കുക. രണ്ട്, ഖിബലക്ക് മുന്നെടുക്കുക, അതായത് പടിഞ്ഞാറോട്ട് തിരിയുക. അല്ലെ, നമ്മൾ ഇന്ത്യക്കാര് പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്നാണ് വാങ്ക് വിളിക്കേണ്ടത്. ഹയ്യ അല സ്വലാത്തിൽ വലതു ഭാഗത്തേക്കും തിരിയ, ഹയ്യ അലൽ ഫലാഹ് എന്നതിൽ ഇടതു ഭാഗത്തേക്കും മുഖം തിരിക്കുക. മുഖം തിരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കണം. ചില ആൾക്ക് തിരിയുമ്പോൾ കുടുംബസമേതം തിരിയുന്നുണ്ടാവും, അയാളുടെ ഉടൽ ഒന്നാകണ്ട് തിരിയുണ്ടാവും, കറാഹത്ത. മുഖമാണ് തിരിക്കേണ്ടത്, നെഞ്ഞു തിരിക്കരുത്. ഹയ്യ അല സ്വലാഹ്, ഹയ്യ അല സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്. തല മാത്രം തിരിക്കുക. ഏതുപോലെ നിസ്കാരത്തിൽ സലാം വീട്ടുമ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, ഇവിടെയും തല മാത്രമേ തിരിയാൻ പാടുള്ളൂ. ചില ആളുകൾക്കൊക്കെ ഒന്നാകെ ഒരു തിരിയലുണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, എന്നാലും നെഞ്ഞിങ്ങനെ തിരിഞ്ഞിട്ടുണ്ടാവും. ആ നെഞ്ഞ് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ, നെഞ്ഞ് കിബിലയെയും വിട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവരെ നിസ്കാരിച്ച നിസ്കാരമൊക്കെ എന്തായിട്ടുണ്ട്? ബാത്തിലായി പോയിട്ടുണ്ട്. നെഞ്ഞ് അനങ്ങാൻ പാടില്ല, നെഞ്ഞ് അവിടെ തന്നെ നോട്ടെ, നെഞ്ഞ് അങ്ങനെ വെക്കുക, തല തിരിച്ചോട്ടെ. അസ്സലാമു അലൈക്കും. കുടുംബസമേതം തിരിയരുത്. ഓക്കെ, ഒന്നാകെ ഇങ്ങനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് അതൊന്നും വേണ്ട. അങ്ങനെ ആവേശോജ്വലമായ സലാം വീട്ടലൊന്നും വേണ്ട, ഉള്ളത് മതി. ഇതാ ഇങ്ങനെ നമ്മൾ ഇരിക്കുന്നുണ്ടാവുക. മസീഹ് ദജ്ജാൽ കഴിഞ്ഞാൽ പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അടുത്ത സലാം എവിടുന്ന തുടങ്ങാം? നേരെ മുന്നോട്ട് നോക്കില്ലേ, മുന്നോട്ട് നോക്കിയിട്ടാ, അല്ലാതെ ഇവിടെ നിന്നില്ല. ഇങ്ങനെ ഒരു സലാം ഇവിടെ കൊണ്ട്
ഒരു സലാം കൊണ്ടുപോയിട്ട് ഇവിടെ വെച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അടുത്ത സലാം ഇവിടുത്തെ എടുത്താൽ ഇവിടെ കൊണ്ടുപോയി വെക്കലല്ല. അടുത്ത സലാം എവിടുന്നാ തുടങ്ങേണ്ടത്? മുന്നിൽ നിന്നാണ്. ഒന്നുകൂടി ഞാൻ മസീഹ് ദജ്ജാൽ വരെ. അമീൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നേരെ മുന്നോട്ട് തന്നെ തിരിഞ്ഞു നിന്ന് അടുത്ത സലാം, രണ്ടാമത്തെ സലാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കഴിഞ്ഞു. അങ്ങനെ രണ്ട് സലാം വീട്ടിൽ ചില ആളുകൾക്ക് ഒരു ഒരു എന്താണ് കൈ പിടിച്ച് മുത്തലോ അങ്ങനത്തെ ഒക്കെ ഒരു അങ്ങനെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും കാട്ടലുണ്ടെങ്കിൽ അതൊന്നും ആ സമയത്ത് സുന്നത്തുള്ളതല്ല കേട്ടോ. പ്രത്യേകമായി സുന്നത്താക്കപ്പെടാത്തത് നമ്മൾ ചെയ്ത് അതൊരു പതിവാക്കി ഇങ്ങനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കൂടുതലും അത് സ്ത്രീകളിലാണ് കാണാറുള്ളത്. അപ്പൊ എന്ത് ചെയ്യാ, പള്ളിയിൽ നമ്മുടെ പള്ളിയില് ഉസ്താദ്മാർ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം. ഉസ്താദ്മാർ അങ്ങനെ ചെയ്യൂല. ഓക്കെ, സ്ത്രീകള് ഉമ്മാമ്മമാരിൽ നിന്നാ കാണുക. ഉമ്മാമ്മമാര് ഉമ്മമാരോട് അങ്ങനെ പറയാം. അങ്ങനെ പ്രത്യേകം സുന്നത്തുകളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ അതങ്ങനെ ശീലിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ മുതലായവ സുന്നത്താണെന്നാ പറഞ്ഞേ. അപ്പൊ ബാങ്ക് ഇഖാമത്തിന്റെ സുന്നത്തുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മൾ നമ്പർ കൊടുത്ത് എണ്ണി പഠിക്കണം. ഇനി ബാങ്കിൽ രണ്ട് കലിമത്ത് ഷഹാദ ഉച്ചത്തിൽ പറയും മുമ്പ് വേറെ സുന്നത്താണ് പറയുന്നത്. വാങ്ക് വിളിക്കുമ്പോ, ബാങ്ക് എന്ന് പറയുന്നത് അതിനേക്കാളും നല്ലത് വാങ്ക് എന്നാണ്. ഞാൻ പറഞ്ഞു തരല്ലേ, ബാങ്ക് എന്ന് പറഞ്ഞാൽ നല്ല വാങ്ക് എന്നാ. വാങ്ക് വിളിക്കുമ്പോ രണ്ട് കലിമത്ത് ഷഹാദ, അതായത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു ഷഹാദ്, ഒരു കലിമ. രണ്ടാമത്തെ എന്താ? അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇതാണ് രണ്ട് കലിമത്ത് ഷഹാദ. രണ്ട് കലിമത്ത് ഷഹാദ ഉച്ചത്തിൽ പറയുന്നതിന് മുമ്പ് പതുക്കെ ഈ രണ്ട് പ്രാവശ്യം പറയൽ സുന്നത്തുണ്ട്. ഏത് വാങ്കാണെങ്കിലും. ഞാനിപ്പോ ഇഷാ വാങ്ക് വിളിക്കുമ്പോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇത് മറ്റുള്ളവർ ഞാൻ നേരത്തെ അല്ലാഹു അക്ബർ കേട്ട അതേ ശബ്ദത്തിൽ കേൾക്കൂല. ഞാൻ പതുക്കെ പറയാം. ചിലർ പതുക്കെ കേട്ടതുണ്ടാവും. അപ്പൊ ഇങ്ങനെ എന്താണ്, രണ്ട് ഷഹാദത്ത് കലിമ ഉച്ചത്തിൽ പറയുന്നതിന് മുമ്പ് ഈ രണ്ട് പ്രാവശ്യം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് രണ്ട് തവണയും അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നത് രണ്ട് തവണയും, അതാണ് ഈ രണ്ട് പ്രാവശ്യം പതുക്കെ പറയലും സുന്നത്തുണ്ട് എന്നാ പറഞ്ഞു വരുന്നത് കേട്ടോ. അടുത്തത് സുബഹിന്റെ ബാങ്കിൽ ഹയ്യ അല സ്വലാഹ്, രണ്ട് ഹയ്യാലകൾക്ക് ശേഷം അസ്വലാത്തു ഖൈറും മിനൻ നൗം, അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് രണ്ട് പ്രാവശ്യം പറയലും സുന്നത്തുണ്ട്. ഇന്ന് കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ എല്ലാ കുട്ടികളും എന്ത് ചെയ്യാ, നിങ്ങളെ പള്ളിയിൽ സുബഹിക്ക് ഈ അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് മുക്രിച്ച വിളിച്ചു പറയാറുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടാ. ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ എല്ലാവരും നേരത്തെ തന്നെ ഉറങ്ങുക. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ അങ്ങനെ ആയിക്കോട്ടെ, എല്ലാ ദിവസവും സുബഹിന്റെ വാക്ക് കേട്ടോട്ടെ. ഞാൻ നിങ്ങൾക്ക് എങ്ങനെ കിടന്നുറങ്ങാൻ പോകണം എന്നുള്ളത് പറഞ്ഞു തരാറുണ്ട് അല്ലേ. ഭക്ഷണം കഴിഞ്ഞ് ഫ്രഷായി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പല്ല് തേച്ച് വൃത്തിയായി വുളൂ ചെയ്ത് ഉറങ്ങാൻ പോവേണ്ടത് ഫ്രഷായിട്ട്. അങ്ങനെ ഞാൻ പറഞ്ഞ പിന്നെ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി, ആയത്തുൽ കുർസിയൊക്കെ ഓതി ശരീരത്തിലൊക്കെ തടവി നമ്മുടെ കയ്യെത്തുന്നിടത്തൊക്കെ തടവി കിടന്നാൽ ഇൻഷാ അള്ളാഹ് സുബഹി വാങ്ക് കൊടുക്കുന്നതിന്റെ മുന്നേ എനിക്ക് ഉണരണം. നല്ല ഉദ്ദേശത്തോടെ. പിന്നെ സംസാരിക്കാനൊന്നും നിൽക്കരുത്, വേഗം കിടന്നുറങ്ങാം. നല്ല ഉദ്ദേശത്തോടെ കിടന്നാൽ അയാൾക്ക് ഉണരാൻ കഴിയും. വേറെയും പല ആയത്ത് ഓതലൊക്കെ ഉണ്ട്, എല്ലാം കൂടെ പറയുന്നില്ല. ഇൻഷാ അള്ളാഹ് നാളത്തെ സുബഹി വാങ്ക് കേൾക്കാൻ വേണ്ടി ഒരുങ്ങി തയ്യാറായി കിടക്കട്ടോ. എന്നിട്ട് സുബഹി വാങ്ക് കേട്ടവരൊക്കെ ഒന്ന് എനിക്ക് നാളെ ഗ്രൂപ്പിൽ എന്ന് അറിയിക്കണം. സുബഹി വാങ്ക് കേൾക്കുന്ന സമയത്ത് കിടന്നങ്ങനെ കേട്ട് ബാക്കി കേട്ട് ശരിയാണ് ഇവിടുത്തെ മുക്രിച്ച അസ്വലാത്തു ഖൈറുൻ എന്ന് പറയുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേഗം ഉറപ്പ് തുടരരുത്. സുബഹി വാങ്കിന്റെ മുന്നേ തന്നെ എഴുന്നേറ്റ് റെഡി ആവുക.
2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുക. മനസ്സിലായോ? ആ, തഹജ്ജുദൊക്കെ നിസ്കരിക്കാൻ പറ്റിയവർ നിസ്കരിച്ചു എന്ന് അറിയിക്കാം. അല്ലാത്തവര് സുബ്ഹി ബാങ്ക് കേട്ടിട്ടുണ്ട് എന്ന് വോയിസ് ആക്കി അറിയിക്കുക, എഴുതി അറിയിക്കേണ്ട. ആരും ആ സമയത്ത് ടെക്സ്റ്റ് വിട്ട് ബുദ്ധിമുട്ടാവേണ്ട. നല്ല കുട്ടികൾ ഒരുങ്ങി തയ്യാറായി സുബ്ഹി ബാങ്ക് കേട്ടു എന്ന് അറിയിക്കാൻ ധൈര്യമുള്ള കുട്ടികൾ വോയിസ് ആയിട്ട് വന്ന് പറയണം. ശബ്ദം അത്ര വലിയ ക്ലിയർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വോയിസ് ആയിട്ട് പറയണം. ഓക്കെ? ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ആ, ഓക്കെ ഓക്കെ. പിന്നെ ഇപ്പൊ നമ്മൾ കുറച്ച് സുന്നത്തുകൾ പറഞ്ഞിട്ടുണ്ട്. സുബഹിയുമായി പ്രത്യേകമായി ചൊല്ലൽ സുന്നത്തായത് പറഞ്ഞു, അസ്സലാത്തു ഖൈറു മിനൻ നൗം ചൊല്ലുന്നത്. ഇനി ബാങ്കും ഇഖാമത്തും കേൾക്കുന്നവർക്ക് ചില സുന്നത്തുകളുണ്ട്. ബാങ്കും ഇഖാമത്തും കേൾക്കുന്നവർ അതുപോലെ പറയൽ സുന്നത്താണ്. എന്നാൽ ഹയ്യാലാത്തുകൾ കേൾക്കുമ്പോൾ, അതായത് ഹയ്യ അല സ്വലാഹ് എന്ന് 2 തവണയും ഹയ്യ അലൽ ഫലാഹ് എന്ന് 2 തവണയും കേൾക്കുമ്പോൾ എന്താ പറയേണ്ടത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. 4 ഹയാലകൾ കേൾക്കും വാങ്കില്. അപ്പൊ 4 തവണ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് ചൊല്ലാം. പിന്നെ ഇഖാമത്തിന്റെ 2 കലിമത്തുകളിൽ ഏതാ ഇഖാമത്തിന്റെ 2 കലിമത്ത്? ഖദ് ഖാമത്തിസ് സ്വലാത്തു ഖദ് ഖാമത്തിസ് സ്വലാഹ് എന്ന് ഇഖാമത്തിന്റെ 2 കലിമത്ത്. അത് കേൾക്കുമ്പോൾ ചൊല്ലേണ്ടത് അഖാമഹ അല്ലാഹു വ അദാമഹ വ ജഅലനി മിൻ സ്വാലിഹി അഹ്ലിഹാ. അക്ഷരതെറ്റ് കൂടാതെ എഴുതി പഠിക്കണം, ചൊല്ലി പഠിക്കണം എന്നും ചൊല്ലണം. അതുപോലെ സുബ്ഹിക്ക് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേൾക്കുമ്പോൾ ചൊല്ലേണ്ടത് എന്താ? സദഖത വ ബരിർത, സദഖത വ ബരിർത എന്നാണ് ചൊല്ലേണ്ടത്. വാങ്കിന്റെയും ഇഖാമത്തിന്റെയും മുമ്പും ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലൽ സുന്നത്തുണ്ട്. അവ രണ്ടിന്റെയും ശേഷം അവ കൊടുത്തവർക്കും കേട്ടവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലലും ദുആഉം സുന്നത്താണ്. അപ്പൊ വാങ്ക് കൊടുത്ത ആൾക്കും വാങ്ക് കേട്ട എല്ലാ ആളുകൾക്കും എന്തുണ്ട്? നബി തങ്ങളുടെ മേലും സ്വലാത്തും സലാമൊക്കെ ചൊല്ലി അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മതി വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീല എന്ന് തുടങ്ങുന്ന ദുആ ഇല്ലേ, അത് വാങ്ക് വിളിച്ച ആൾക്കും സുന്നത്തുണ്ട്, വാങ്ക് കേട്ട നാട്ടുകാർക്കും സുന്നത്തുണ്ട്, എല്ലാവർക്കും സുന്നത്തുണ്ട്. ദുആ നമുക്ക് പിന്നെ അറിയാലോ, അതുകൊണ്ട് ഞാൻ ആരോടും ചോദിച്ച് വടകര വഷളാക്കുന്നില്ല. തക്ബീറുകളുടെ റാഇനെ സുക്കൂൻ ചെയ്യലും ബാങ്കിന്റെ പദങ്ങൾ ഒറ്റയായും ഇഖാമത്തിന്റെ പദങ്ങൾ 2 എണ്ണം ചേർത്തും പറയൽ സുന്നത്താണ്. അതായത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഞാനിപ്പോ പറഞ്ഞപ്പോ തക്ബീറിന്റെ റൂ എന്നാ പറഞ്ഞ്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ റൂ. എന്നാൽ അങ്ങനെ പറഞ്ഞാലും വാങ്ക് ശരിയൊക്കെ തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ നല്ലത് എന്താണ്? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അതിന് സുക്കൂനാക്കി പറയാ, അതാണ് നല്ലത്. പിന്നെ ഇഖാമത്തിന്റെ വചനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അത് ചേർക്കൂല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അത് തമ്മിൽ ചേർത്തു. ഹയ്യ അലസ് സ്വലാത്തി ഹയ്യ അലൽ ഫലാഹ് ചേർത്തു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ചേർക്കൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇതിൽ പറഞ്ഞ ഇഖാമത്തിന്റെ വചനങ്ങൾ, ഇഖാമത്തിന്റെ പദങ്ങൾ 2 എണ്ണം ചേർത്തും പറയൽ സുന്നത്താണ്. പാഠം കഴിഞ്ഞു. ഇപ്പൊ എത്ര പാഠങ്ങളായി? 9 പാഠങ്ങൾ പൂർത്തിയായി. ഞാൻ പറഞ്ഞത് 15 പാഠങ്ങൾ ഇന്നത്തെ ഇതിൽ തീർക്കും എന്നല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്കൊരു അരമണിക്കൂർ കൂടെ ഇരുന്നൂടെ? പ്രയാസാവുക? അരമണിക്കൂർ വേണ്ടി വരില്ല. ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നുണ്ട്. അടുത്തത് നിസ്കാരത്തിന്റെ ഫർദുകളാണ്. ഫർദുകൾ അങ്ങനെ ക്രമത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ തന്നെ 15ആയി.
ഒരു അരമണിക്കൂർ വേണ്ടിയല്ല, 15 മിനിറ്റ് മതിയാകും ഇൻഷാ അള്ളാ. എട്ട് ഞാൻ ഗ്രൂപ്പിൽ അറിയിക്കും, 8:25 ആ സമയത്താണ് ഗ്രൂപ്പിൽ അറിയിക്കുക. അന്നേരം വന്ന് ജോയിൻ ചെയ്താൽ 15 മിനിറ്റ് കൊണ്ട് നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയും ഇൻഷാ അള്ളാ. അവസാന 15ാമത്തെ പാഠം അത്തഹിയാത്ത്, അതിനുശേഷമുള്ള നബിതങ്ങളെ സ്വലാത്ത്, മേലുള്ള സ്വലാത്ത്, പിന്നെ സ്വലാത്ത് സലാം, അതിനുശേഷം അതിനു വേണ്ടി ഇരിക്കുക, ഒന്നാം സലാം വീട്ടുക, ഈ വിഷയങ്ങളൊക്കെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാ. അതൊന്നും ജസ്റ്റ് പറയാനേ ഉള്ളൂ. 15 മിനിറ്റ് തന്നെ ധാരാളമാണ് ഇൻഷാ അള്ളാ. പോവാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.